എൻ്റെ പേര് ഹിജാബുൽ ജബ്രൂത്ത്, പുലാമന്തോളാണ് വീട്, ഡിഗ്രി വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം കലാദാത മാസ്റ്ററോടാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് പരിണാമവാദത്തെ അദ്ദേഹം അംഗീകരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മനുഷ്യനെന്നല്ല, എല്ലാ ജീവികളും. അങ്ങനെയെന്നാണെങ്കിൽ മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെങ്കിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് എല്ലാ അറിവും, അതിന് കഴിയുന്ന അറിവൊക്കെ പഠിച്ചെടുക്കുന്നത്. മറ്റുള്ള ജീവികൾ ഓരോ പുറത്ത് വരുമ്പോൾ തന്നെ അതിന് ഓരോരോ അറിവുകളുമായിട്ടാണ് അവ വരുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യനിത് പഠിക്കേണ്ടി വരുന്നത്? കാരണം മനുഷ്യന് ഉണ്ടായതാണെങ്കിൽ മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു അറിവുണ്ടായിരിക്കില്ലേ? മനുഷ്യൻ പരിണമിച്ചുണ്ടായതല്ല എന്നുള്ളതിന് തെളിവല്ല അത്. അതിൻ്റെ വിശദീകരണം ആവശ്യം. ഞാൻ പരിണാമവാദം അംഗീകരിക്കുന്ന ഒരാളാണ്. അതിന് ഒരുപാട് തെളിവുകൾ പരിണാമവാദത്തിൻ്റെ ശാസ്ത്ര വിശകലനങ്ങളിലുണ്ട്. പരിണാമത്തിനെതിരായി പറയുന്ന അഭിപ്രായങ്ങൾ മുഴുവൻ കാൽപ്പനികങ്ങളും പലതും ഈ മതപരമായ മുൻവിധികൾ വെച്ചിട്ടുള്ളതുമാണെന്നാണ് ഈ വിഷയം പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് തന്നെ ഒരു ജീവി ഉണ്ടാകുന്നത് ജീവനോടുകൂടി നിലനിൽക്കുന്ന ജീവകോശത്തിൽ നിന്നാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും ഉൽപ്പാദനം നടക്കുന്ന പ്രക്രിയ പരിശോധിച്ചാൽ മുൻകൂട്ടി ജീവനുള്ള ഒരു കോശത്തിൽ നിന്നോ ഒരു ഘട്ടത്തിൽ നിന്നോ ആണ് ഒരു പുതിയ ജീവി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നാം ഉണ്ടാകുന്നത് രണ്ട് ജൈവകോശങ്ങളുടെ സംയോജനത്തിൻ്റെ ഫലമായിട്ടാണ്. ഗർഭാശയ രൂപത്തിൽ 10 മാസം കഴിഞ്ഞ് വളർന്നിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ജീവൻ്റെ അസ്ഥിവാരം സത്യത്തിൽ മാതൃപിതൃ ജീവകോശങ്ങളാണ്. ആ മാതൃപിതൃ ജീവകോശങ്ങളാകട്ടെ അവരുടെ മാതാക്കന്മാരുടെയും പിതാക്കന്മാരുടെയും ജീവകോശങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ ജീവകോശ ബന്ധത്തിലൂടെയാണ് ജനറ്റിക് കോഡുകൾ അല്ലെങ്കിൽ പാരമ്പര്യം സംനയനം ചെയ്യപ്പെടുന്നത്. മനുഷ്യന് പാരമ്പര്യ ഗുണങ്ങളുണ്ട് എന്നതൊരു ചരിത്ര സത്യമാണ്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. ഈ പാരമ്പര്യത്തെ ഈശ്വരൻ പുറത്തു നിന്നിട്ട് ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നതല്ല, നേരെ മറിച്ച് പൂർവ്വജീവിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജൈവ പാരമ്പര്യ ഘടകങ്ങളിൽ DNA രൂപത്തിൽ ഇംപ്രിൻ്റ് ചെയ്തിട്ടുള്ള കോഡുകളിലൂടെയാണ് പാരമ്പര്യം ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് വരുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി ഒരു പ്രാഥമിക ജീവകോശത്തിൽ നിന്നായിരിക്കണം. പൂർവ്വജീവകോശത്തിൽ നിന്ന് ഇപ്പോഴത്തെ ജീവകോശം, അതിൽ നിന്ന് അടുത്ത ജീവകോശം. ജീവൻ ഓരോ താവഴിയിലും ഓരോ തലമുറയിലും ഇത്തരം ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂർവ്വജീവിയിൽ നിന്ന് ഇവ രൂപാന്തരപ്പെടാതിരിക്കാൻ നിർവാഹമില്ല എന്ന ഒരു സാമാന്യ അവലോകനം നമ്മുടെ മുന്നിലുണ്ട്. അത് പറയാനേ ഇപ്പോൾ ഇവിടെ സമയമുള്ളൂ. 5 മിനിറ്റാണ് എനിക്കും ഉത്തരം പറയാനുള്ളത്. പിന്നെ മനുഷ്യൻ പരിണമിച്ചുണ്ടായ മനുഷ്യന് വിഷയങ്ങൾ പഠിക്കേണ്ടത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം സുഹൃത്ത് എന്നോട് ചോദിക്കുന്നു. ഞാനതിനൊരു ചോദ്യത്തിലൂടെ ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശ്വരനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യന് ഒരു ഡിഗ്രി വിജ്ഞാനമോ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിജ്ഞാനമോ നൽകുന്നില്ല? ജനിക്കുന്ന ഒരൊറ്റ കുട്ടിക്ക് പറഞ്ഞ പോലെ സാമാന്യ വിജ്ഞാനമില്ല. പാരമ്പര്യ ഗുണങ്ങളുണ്ടെങ്കിലും ഒക്കെ ABCD വരെ 1-2 കൊല്ലം നിലത്തഴിഞ്ഞിട്ടും കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. ഈശ്വരൻ ബോധപൂർവം പ്ലാൻ ചെയ്തിട്ടാണ് ഈ മനുഷ്യജീവന് രൂപം കൊടുക്കുന്നതെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഒരു പകുതി വിജ്ഞാനം കൊടുത്തൂടെ? അപ്പം എനിക്ക് SSLC വിജ്ഞാനം ജനിക്കുമ്പം കിട്ടിയിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ആ 11ാം തരം മുതൽക്ക് പഠിക്കുകയാണെങ്കിൽ 20 കൊല്ലം കൊണ്ട് എത്ര വലിയ വിദ്യാഭ്യാസം നേടാമായിരുന്നു എന്ന വ്യാമോഹം എനിക്കിങ്ങനെ തോന്നാതിരിക്കുന്നില്ല. എല്ലാവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് ദൈവം ഇക്കാര്യത്തിൽ മനുഷ്യനെ പഠിപ്പിക്കുന്നില്ല. പഠിക്കുന്നത് മനുഷ്യൻ അവൻ്റെ ഭൗതിക സാഹചര്യങ്ങളുമായി ഇടപഴകിക്കൊണ്ടാണ്. അത് പഠിക്കാനുള്ള സാഹചര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതവൻ്റെ ശരീരഘടനയെ വളർന്ന തലച്ചോറ്, അവൻ്റെ വിവിധ ദിശകളിൽ ഉപയോഗിക്കാവുന്ന വിരലുകൾ, നിവർന്ന നട്ടെല്ല്, ഈ 3 ഭൗതിക അവയവങ്ങൾ മനുഷ്യനുള്ളത് കൊണ്ട് മനുഷ്യൻ അധ്വാനിക്കുന്നു, ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്നു, ഇടപഴകുന്നു. ആ പ്രവർത്തനങ്ങളുടെ ഫലമായി തലച്ചോറിൽ ആശയങ്ങൾ വളർന്നു വരുന്നു. ആ ആശയങ്ങൾ അവൻ്റെ കൈകളെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ കൈകളും തലച്ചോറും തമ്മിലുള്ള ആക്ഷൻ ആൻഡ് റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ്റെ ബുദ്ധി വളരുന്നത്.
അല്ലാതെ ഈശ്വരൻ ഇങ്ങനെ വിശേഷ വിജ്ഞാനം കൊടുത്തതല്ല. ഈശ്വരന് വിവരമില്ല എന്ന് ഞാൻ നേരത്തെ പറയണ്ടായി, അതുകൊണ്ട് അയാൾക്കത് കൊടുക്കാനിട്ട കഴിവുണ്ടാവില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. എന്തായാലും മനുഷ്യൻ്റെ വിവരവും എല്ലാ ജീവജാലങ്ങളുടെ വിവരവും ഇതുപോലെയാണ്. തേനീച്ചയ്ക്ക് ഇങ്ങനെ നമ്മുടെ മാതിരി വിപരീതശേരി ഉപയോഗിക്കാൻ പറ്റുന്ന കയ്യോ കാലോ മൂക്കോ ഇല്ലാത്തത് കൊണ്ടാണ് പണ്ടുണ്ടാക്കിയ വീട് പഴയ അമ്മ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. മനുഷ്യനതല്ല, പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് പഴയ വീടുകളും ആധുനിക മനുഷ്യൻ്റെ വീടുകളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അസാധാരണമായ പുതുമകൾ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഉപകരണം നിർമ്മിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. ഈ ഉപകരണ നിർമ്മാണത്തിലൂടെ അവൻ പ്രകൃതിയെ മെരുക്കിയെടുക്കുകയാണ്. അങ്ങനെ പ്രകൃതിയെ തൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മാണ പ്രക്രിയയിലൂടെ മാറ്റിയെടുക്കുന്ന ഈ അധ്വാന ശേഷിയാണ് അവൻ്റെ വിശേഷ ബുദ്ധിക്ക് ആധാരം. ഒരു മോട്ടോർ മെക്കാനിക്കിൻ്റെ അടുത്ത് ഒരു വിവരമില്ലാത്ത കുട്ടി കുറേ ദിവസം കൂടെ നിന്ന് പണിയെടുത്താൽ മതി. പ്രവൃത്തി ചെയ്തുകൊണ്ടും ചെയ്യുന്നത് കണ്ടുകൊണ്ടുമാണ് അവൻ പ്രവർത്തിക്കുന്നെങ്കിൽ അവൻ ബെസ്റ്റ് മെക്കാനിക്കായി മാറും. തിയറി പഠിച്ചിട്ടില്ലെങ്കിലും. സിദ്ധാന്തമല്ല പ്രശ്നം, പ്രയോഗമാണ്. പ്രയോഗത്തിൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ്, ശാരീരികമായി എക്സ്പീരിയൻസ് വളർത്തിയെടുക്കണം. ആ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ വിവരം വളർന്നു വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പരിണാമം ഉണ്ടായിട്ടുണ്ടെങ്കിലും മനുഷ്യൻ അപ്പപ്പോഴും പഠിക്കേണ്ടി വരുന്നത്. ജനറ്റിക് കോഡിൽ പാരമ്പര്യ ഗുണങ്ങൾ സമ്മതിക്കപ്പെടുന്നു. ഈ പുതിയ വിവരങ്ങൾ മുഴുവൻ പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് നാം സമ്പാദിക്കുന്നു. പൂർവിക തലമുറയിലെ സമ്പാദ്യം നമുക്കിവിടുന്ന് പുസ്തകങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും അങ്ങനെയും സമ്പാദിക്കാൻ സാധിക്കുന്നു. ഇതാണ് മനുഷ്യൻ്റെ പരിമിതി. മാഷയോട് വളരെ സമർത്ഥമായി ചോദിച്ച ചോദ്യം സുഹൃത്തിനോട് തന്നെ തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ ജീവികളിൽ ഏറ്റവും ഉന്നതനാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് ദൈവവിശ്വാസികൾ മറുപടി പറഞ്ഞോളും. പരിണാമവാദികൾ മറുപടി പറയേണ്ടത്, മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ജീവപരിണാമത്തിലൂടെ എത്തി ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായ ഒരു ജീവിയായി എല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തനായി മനുഷ്യനെത്തി. ഈ പറഞ്ഞ പോലെ അവയവങ്ങൾ മാറ്റി തിരിക്കുകയെല്ലാം ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് തലച്ചോറുണ്ടായി, ബുദ്ധിയെല്ലാം ഉണ്ടായി എന്നെല്ലാം നമ്മൾ അംഗീകരിച്ചാൽ എന്തുകൊണ്ട് ജന്മവാസനകൾ നഷ്ടപ്പെട്ടു എന്നാണ് ചോദ്യം. ജന്മവാസനകൾ ഒന്നുമില്ല മനുഷ്യന്. ഈ കലാനാഥ മാഷ് പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് എഞ്ചിനീയർ ആകണമെങ്കിൽ എഞ്ചിനീയറിംഗ് കണ്ടുപഠിക്കണം, നോക്കി പഠിക്കണം. അതേപോലെ ബീവറിന് എഞ്ചിനീയർ ആണെങ്കിൽ ആരെടുത്ത് നോക്കി പഠിക്കേണ്ട, അധ്യാപകം പഠിപ്പിക്കേണ്ട, ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു മനുഷ്യന്? ഉന്നതമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ജന്മവാസനകൾ, ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകേണ്ടതാണ് പരിണാമവാദ പ്രകാരം. എന്നാൽ അതില്ല, നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട്? അവിടെ അവയവം മാറിയതുകൊണ്ട് ഉള്ള കഴിവ് പിന്നിലേക്ക് പോകുന്നു. പരിണാമത്തിന്റെ ഏത് സിദ്ധാന്ത പറയണത്? ഏത് അവയവം കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും താടിയലിന് വ്യത്യാസവും പിന്നെ നട്ടല് നിവരുകയും ചെയ്താൽ ഈ കഴിവുകൾ പിന്നോട്ട് പോകും എന്ന് ഏത് പരിണാമത്തിലെ ഏത് സിദ്ധാന്തമാണ് പറയുന്നത്? അതിന് വസ്തുനിഷ്ഠമായ എന്ത് തെളിവുണ്ട്? ഈ പരിണാമവാദം ഒരു കോശത്തിൽ നിന്നാണ് അല്ല ഉണ്ടായെന്നുള്ള പരിണാമവാദത്തിന് തെളിവാന്ന് പറഞ്ഞാൽ ഒരേ കടലാസ് ഉപയോഗിച്ചിട്ടാണ് ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഒരു ബുക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ബുക്കായി എന്ന് പറയുന്ന വാദത്തിന് സമാനമാണ്. ഒരടിസ്ഥാനവും ഇല്ലാത്ത വാദം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജൈവ ലോകത്തെ എല്ലാം കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ആ കോശങ്ങൾ സ്വാഭാവികമായും ആ കോശങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവും, യോജിപ്പുണ്ടാവും. അതുകൊണ്ട് എല്ലാം ഒന്നിൽ നിന്നുണ്ടായി എന്നതിന് ഇങ്ങനെ തെളിവാകും. ഇനി പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, എന്തുകൊണ്ട് മനുഷ്യന് ദൈവം തമ്പുരാൻ കൊടുത്തില്ല എന്നാണ്. അത് ഞാൻ തന്നെ ഉത്തരം പറയണല്ലോ, സമയം വളരെ ചുരുക്കമാണ്. മനുഷ്യന് കൊടുക്കാത്തത് മനുഷ്യന് പടച്ച തമ്പുരാൻ നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. മനുഷ്യനെ ഖലീഫ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് മനുഷ്യനെ. എന്താ? സ്വതന്ത്രമായ അസ്തിത്വത്തോടു കൂടി. ആ സ്വാതന്ത്ര്യത്തിന് വളരെ വലിയ നിർമ്മാണാത്മകതകളുണ്ട്, അതേപോലെ തന്നെ വളരെ വലിയ നശീകരണാത്മകതകളുണ്ട്. മനുഷ്യന് പ്രത്യേകമായ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ജീവിയാണ്. ആ സ്വാതന്ത്ര്യം ദൈവം തമ്പുരാൻ പ്രത്യേകമായി കൊടുത്തതാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനുഷ്യൻ ഉന്നതനാകാം, അധമനാകാം. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ലോകത്ത് ജന്മവാസനകൾ കൂടുതലില്ലാതെ അവന് വളരാൻ ഉള്ള ഒരുപാട് അവസരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. 10ാം ക്ലാസ് വരെയുള്ള വിജ്ഞാനമായിട്ട് പറഞ്ഞയച്ചാൽ എല്ലാ കുട്ടികളും ആ വിജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്മേൽ തുടങ്ങുള്ളൂ. എന്നാൽ വ്യത്യസ്ത ഈ സമൂഹത്തിലെ സകല വൈവിധ്യങ്ങൾക്കുമുള്ള കാരണം, നാഗരികതക്കെന്നുള്ള കാരണം, നാഗരിക വൈവിധ്യങ്ങൾക്കുള്ള കാരണം, ശാസ്ത്രരംഗത്തെ വൈവിധ്യങ്ങൾക്കുള്ള കാരണം, നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ പുരോഗതിക്കുമുള്ള കാരണം മനുഷ്യ വൈവിധ്യമാണ്. മനുഷ്യന് ദൈവം തമ്പുരാൻ നൽകിയ സ്വാതന്ത്ര്യമാണത്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുവാനാണ് ദൈവദൂതന്മാർ കടന്നു വന്നത്.
അവിടെ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മറുപടി ഉണ്ട്. എന്നാലും ചോദിക്കാം, എന്നാലും അങ്ങനെ കൊടുത്തുകൂടായിരുന്നു. അതിന് യഥാർത്ഥത്തിൽ നമ്മുടെ അടുത്ത് മറുപടി ഇല്ല. അതിന് ഇൻഷാ അല്ലാഹ് പരലോകത്ത് വെച്ച് പടച്ച തമ്പുരാനോട് ചോദിക്കാം എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാൻ കഴിയൂ.